വാട്സ്ആപ്പ് ഗേസ് വോക്കേഴ്സ് മീഡിയ നാസിമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് നമുക്കൊരു ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പേ ഔട്ട് കിട്ടുവാൻ വേണ്ടി. ഈ ഒരു സമയത്ത് പല ആളുകളും ബിസിനസ് ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കൊടുക്കേണ്ടതിന് പകരം ബിസിനസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ്, കോർപ്പറേറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി ഇതൊക്കെ കൊടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് മോണിറ്റൈസേഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ടാക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് പോകുമ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ആളുകളിലേക്ക് ഇത് തുടർന്ന് ഇൻഡിവിജ്വലിലേക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ബിസിനസ് ടൈപ്പ് നിങ്ങൾ ഇൻഡിവിജ്വലിന് പകരം ബിസിനസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് മാറ്റുവാൻ വേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ 3 ലൈൻസ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിംഗ്സ് ഇങ്ങോട്ട് ഓപ്പൺ ആയി കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യണം. ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട് സ്റ്റാറ്റസ്, മെറ്റ വെരിഫൈഡ്, റിപ്പോർട്ട് എ പ്രോബ്ലം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണും. നമുക്കിവിടെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇഷ്യൂ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ ഹെൽപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കോണ്ടാക്ട് സപ്പോർട്ട്, അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, ബ്രാൻഡഡ് കണ്ടന്റ്, ഗിഫ്റ്റ് ഇതുപോലുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളിവിടെ കോണ്ടാക്ട് സപ്പോർട്ട്, ഈ മുകളിൽ കാണുന്ന കോണ്ടാക്ട് സപ്പോർട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് ഇഷ്യൂ ആണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്രാൻഡഡ് കണ്ടന്റ്, സബ്സ്ക്രിപ്ഷൻ, ഗിഫ്റ്റ്, ബോണസ് ഇങ്ങനെ പല ഓപ്ഷൻ ചില ആളുകൾക്ക് വരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ഇഷ്യൂ ചെയ്താൽ മതി. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവിടെ പേ ഔട്ട് ആണ് നമുക്ക് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേ ഔട്ട് ഇഷ്യൂ എന്താണെന്ന് തൊട്ട് താഴെ ഒരു ആരോ മാർക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് പേ ഔട്ട് അക്കൗണ്ട് ആണ്. നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്ത സമയത്ത് ഇൻഡിവിജ്വൽ കൊടുക്കാത്തതിന് പകരം നമ്മൾ ബിസിനസ്, നോൺ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് പേ ഔട്ട് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ഇനി എന്താണ് നമുക്ക് അടുത്തുള്ള ഇഷ്യൂ. അപ്പോൾ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനാണ് 2ാമത്തെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ന്യൂ ബിസിനസ് നെയിം നമ്മളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻഡിവിജ്വൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ ഇൻഡിവിജ്വൽ ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. അത് കൊടുക്കാത്ത പക്ഷം നെക്സ്റ്റ് പോകത്തില്ല. ഡിസ്ക്രൈബ് ഹൗ വി ക്യാൻ ഹെൽപ്പ് യു, എങ്ങനെയാണ് നിങ്ങളെ നമ്മൾ സഹായിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് ഓർ നോൺ പ്രോഫിറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് ബിസിനസ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, നോൺ പ്രോഫിറ്റ് ആണെങ്കിൽ അത്തരത്തിൽ, ഇനി ചാരിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അത്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ സബ്മിറ്റ് ചെയ്യാത്ത മറ്റൊന്നുമല്ല, എൻ്റെ പേ ഔട്ട് അക്കൗണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് ഇൻസ്റ്റാഗ്രാം ടീം അയച്ചു തരികയും ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. എങ്ങനെയാണ് ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ അവിടെ ആൻസർ തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.